കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും കോടതി പ്രകാരം അവനുണ്ട്. അമൽ പൗലോസ് എന്ന മിക്കുവിൻ്റെ അപ്പനുണ്ട്. അതുപോലെ തന്നെ മിക്കുവിൻ്റെ അപ്പന് കാണാനുള്ള അവകാശം, ചെലവിന് കൊടുക്കാനുള്ള അവകാശം 5000 രൂപ വെച്ച് മാസം ചെലവിന് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ജാനുവരി 2026, അതായത് ഈ വർഷം ജാനുവരിയിൽ, അതിന് മുന്നേ 2 മാസം മുന്നെയാണ് നമുക്ക് ഈ ഒരു ഉത്തരവ് കിട്ടിയത്. അന്ന് ഒരു 2 മാസം, നവംബറിലും ഡിസംബറിലും ജാനുവരിയിലും ആണോ എന്നറിയില്ല, 2 മാസം പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട്. കൊച്ചിന് 5000 രൂപ വെച്ച് എൻ്റെ പപ്പയുടെ അക്കൗണ്ടിലോട്ടാണ് ഇടേണ്ടത്. അങ്ങനെ 5000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോണും പുള്ളി മിക്കുവിന് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജാനുവരിയിൽ, ഈ വർഷം തുടക്കത്തിൽ ജാനുവരിയിൽ, കൊച്ചിന് എന്നോട് സ്നേഹമില്ല, എനിക്കിനി കൊച്ചിനെ വേണ്ട, എനിക്കിനി കൊച്ചിനെ വിളിക്കണമെന്നില്ല, ഞാൻ ഇനി കൊച്ചിനെ കാണാൻ വരുന്നില്ല. കുഞ്ഞാറ്റയും അമലും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയാണ്. അടുത്തിടെയായിരുന്നു ഇരുവരും വേർപിരിഞ്ഞത്. വ്ളോഗേഴ്സും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. വിവിയും ഷഫീനയും അടക്കമുള്ളവരെല്ലാം ഇവരെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കുഞ്ഞാറ്റ തന്നെയാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, ഞാൻ അത്രയും അനുഭവിച്ചു എന്നായിരുന്നു അമൽ പറഞ്ഞത്. 2023 എനിക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. ഞാനൊരു സ്ത്രീ മോശമായി മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തത്. അറിയാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിരുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് കൂടുതൽ ചാറ്റ് ചെയ്തത്. ഒരു ഫോട്ടോ അയച്ചു തന്നിരുന്നു. ഇത് എന്തോ പണിയാണല്ലോ എന്ന് തുടക്കത്തിലെ സംശയിച്ചിരുന്നതായി അമൽ പറഞ്ഞിരുന്നു. റീൽസിലൊന്നും കാണുന്നത് പോലെയല്ല യാഥാർത്ഥ്യം. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തന്നെ മാറ്റിയത് മുൻ ഭാര്യയാണെന്നുമായിരുന്നു അമൽ പറഞ്ഞത്. ഞാൻ ജീവിതത്തിൽ ആകെ സ്നേഹിച്ചത് ഇവനെയായിരുന്നു. അവനെ തന്നെ വിവാഹം ചെയ്തു. എനിക്ക് ഒന്നുമില്ല. ഞാൻ ഡിവോഴ്സ് പോസ്റ്റ് ഇട്ടപ്പോൾ ഒത്തിരി പേരാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. നിങ്ങളുടെ കുടുംബം തകരേണ്ടെന്ന് കരുതിയാണ് പറയാതിരുന്നതെന്നായിരുന്നു അവർ പറഞ്ഞത്. മോനെ കാണിക്കുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത്. കോടതി പ്രകാരം അവനെ കാണാനുള്ള അവകാശം അവൻ്റെ അപ്പനുണ്ട്. വന്ന് കാണാത്തത് എൻ്റെ പ്രശ്നമല്ല. 2 മാസം ചെലവിനായി 5000 രൂപ കൊടുത്തിരുന്നു. കൊച്ചിന് എന്നോട് സ്നേഹമില്ല, ഇനി കാണാനും വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പുള്ളി പരാതി കൊടുത്ത് കൊച്ചിൻ്റെ കസ്റ്റഡി എനിക്ക് തന്നതാണ്. കൊച്ചിനെ ഞാനാണ് നോക്കുന്നത്. അവൻ ചെലവിനൊന്നും കൊടുക്കുന്നില്ല. കൊച്ചിന് ഒരു സാധനം പോലും വാങ്ങിക്കൊടുക്കാറുമില്ല. ഇപ്പോൾ കൊച്ചിനെ കാണിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കരയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് നല്ല പിള്ളയാവാൻ നോക്കുന്നത് വെറുതെയാണ്. തെളിവുകളോടെയാണ് ഞാൻ പിടിച്ചത്. 6 മാസം ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ തൂങ്ങിയതായിരുന്നു. അന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. പ്രസവശേഷം കുഞ്ഞിന് വയ്യാതെയായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഫ്രണ്ടിനെ വിളിക്കാനാണ് അവനും അമ്മയും പറഞ്ഞത്. ആ സമയത്ത് അവൻ എന്നെ അടിച്ചപ്പോൾ ബോധം പോയിരുന്നു. മുഖത്ത് അടിയുടെ പാടുണ്ടായിരുന്നു. വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന് അമ്മ പറഞ്ഞിരുന്നു. ആശുപത്രിക്കാർ ചോദിച്ചപ്പോൾ ഞാൻ വീണതെന്നായിരുന്നു പറഞ്ഞത്. ഇതൊന്നുമല്ല, ഇതിലുമധികം ഞാൻ അനുഭവിച്ചു. ഡിവോഴ്സായിട്ട് 1 വർഷമാവാൻ പോകുന്നു. എന്നിട്ടും ഇതൊന്നും അവസാനിക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ സങ്കടമാണ്. ഡിവോഴ്സിന് ശേഷം ഞാൻ എങ്ങനെ ജീവിച്ചാലും നിനക്കെന്താണ് കുഴപ്പം? എനിക്കെൻ്റെ വീട്ടുകാരെ മാത്രം ബോധിപ്പിച്ചാൽ മതിയല്ലോ. എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ കുടുംബം നോക്കുന്നുണ്ട്, കൊച്ചിനെ നോക്കുന്നുണ്ട്. ഇനി ഇവൻ്റെ ചെലവും കൂടെ നോക്കണോ എന്നുമായിരുന്നു കുഞ്ഞാറ്റ ചോദിച്ചത്.